ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുഖാവരണം വലിച്ചു താഴ്ത്തിയ സംഭവത്തിൽ മുസ്ലിം വനിതാ ഡോക്ടർ നുസ്രത്ത് പർവീൻ ജോലി ഉപേക്ഷിക്കുന്നതായി കുടുംബം. നിയമന കത്ത് കൈമാറുന്ന ചടങ്ങിലാണ് നിതീഷ് കുമാർ നുസ്രത്തിന്റെ മുഖാവരണം നീക്കിയത്. അപമാനഭാരം കാരണം ജോലിക്ക് ചേരുന്നില്ലെന്ന് നുസ്രത്ത് പറഞ്ഞതായി കുടുംബം അറിയിച്ചു. എന്നാൽ നുസ്രത്തിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും കുടുംബം പറഞ്ഞു. ഈ മാസം 20-ന് ജോലിയിൽ ചേരാനാണ് നിയമന കത്ത് ലഭിച്ചത്. ഡിസംബർ 15-നായിരുന്നു വിവാദപരമായ സംഭവം. ഡോക്ടർക്ക് നിയമന കത്ത് നൽകുന്നതിനിടെ അവരുടെ ഹിജാബ് ഊരിമാറ്റാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ രൂക്ഷ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ നീക്കത്തിനിടെ ഉദ്യോഗസ്ഥൻ നുസ്രത്തിനെ തിടുക്കത്തിൽ മാറ്റി നിർത്താൻ ശ്രമിച്ചു. കൂടെയുണ്ടായിരുന്ന ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി നിതീഷ് കുമാറിന്റെ കയ്യിൽ പിടിച്ച തടയുവാനും ശ്രമിച്ചു. വീഡിയോ വൈറലായതോടെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ നിന്നും വിമർശനമുയർന്നു. നുസ്രത്തിന്റെ ഭർത്താവ് കോളേജിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണെന്ന് കുടുംബം പറയുന്നു. രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. മനോനില തകരാറിലായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിതീഷ് കുമാറിന്റെ പ്രവൃത്തി നീചമാണെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിതീഷ് കുമാർ ഹിജാബ് ഊരിയത് JDU-BJP സഖ്യത്തിന്റെ സ്ത്രീകളോടുള്ള മനോഭാവമാണെന്ന് RJD വക്താവ് ഇജാസ് അഹമ്മദ് പറഞ്ഞു. നിക്കാബ് സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയെ വിമർശിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ബുധനാഴ്ച രംഗത്തെത്തി. നിതീഷ് കുമാർ പതുക്കെ തന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാലത്ത് മതേതര നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന നിതീഷ് കുമാർ പതുക്കെ തന്റെ യഥാർത്ഥ നിറം വെളിപ്പെടുത്തുന്നുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു.